എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 18 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് 19ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. അതിന് ശ്രീലകം വേണുഗോപാൽ സാറിന്റെ തർജ്ജമയാണ് കൂടെ ചൊല്ലുന്നത്. ഈ 19ാമത്തെ ശ്ലോകം വസന്തതിലകം എന്ന വൃത്തത്തിലാണ്. ഇനി ഉള്ള 5 ശ്ലോകങ്ങൾ വസന്തതിലകം വൃത്തത്തിലാണ്. അത്യന്തബാലമദസീ കുസുമപ്രകാശം ദിഗ്വാസസം കനകഭൂഷണഭൂഷിതാംഗം വിസ്രസ്തകേശമരുണാധരമായതാക്ഷം കൃഷ്ണം നമാമി മനസാ വസുദേവസൂനും. കായാമ്പൂവിന്റെ നിറശോഭ കലർന്ന രൂപം നഗ്നൻ സുവർണമണിഭൂഷയണിഞ്ഞ പൈതൽ ചിന്നിക്കിടക്കുമളകങ്ങൾ വിശാലനേത്രം ചെഞ്ചുണ്ടുമാർന്ന യദുബാലനെ ഞാൻ നമിപ്പൂ. അത്യന്തബാലം എന്നാ പറഞ്ഞ നന്ന ചെറിയൊരു ഉണ്ണിയാണ്. അത്യന്തബാലം അതസീ കുസുമപ്രകാശം. അതസീ കുസുമം എന്ന് പറഞ്ഞാൽ കായാമ്പൂവ്, കശാവിന്റെ പൂവ് ആണ് കായാമ്പൂവ്. കായാമ്പൂവിന്റെ നിറം നമുക്കറിയാലോ അല്ലെ? നീല, കടുന്നീലയല്ല, ഒരു തരം വയലറ്റ്, അങ്ങനെയുള്ള ഇങ്ങനെ തിളങ്ങണ ഒരു ജാതി കളറാണ് കായാമ്പൂവിന്. പിന്നെ ദിഗ്വാസസം, ദിഗംബരൻ എന്നാണ് പറയണത്. അപ്പൊ ചെറിയ കുട്ടിയാണ്, വസ്ത്രങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് നിറച്ച് പൊന്നിന്റെ ആഭരണങ്ങളാണ്. കായാമ്പൂവിന്റെ നിറം ഉള്ള തിരുമേനി, ദിഗംബരൻ. തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് ദിഗംബരൻ. പിന്നെ പൊന്നുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളാൽ അങ്ങനെ അലങ്കരിക്കപ്പെട്ടവന് ആണ്. അഴിഞ്ഞ് ചിന്നിച്ചെതറി കിടക്കുന്ന തലമുടി, ചുരുണ്ട് വണ്ടിന്റെ പോലെന്ന്, വണ്ടിന്റെ തോൽക്കുന്ന മുടി എന്നൊക്കെ നമ്മൾ ഈ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ കേട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെയുള്ള തലമുടി. പിന്നെ അരുണവർണ്ണമായ അധരങ്ങൾ എന്ന ചുണ്ട്, നല്ല ചുവന്ന നിറമുള്ള സുന്ദരമായ ചുണ്ടുകളും പിന്നെ താമരയുടെ ഇതള് പോലെയല്ല നീണ്ട കണ്ണുകളും. ഇങ്ങനെയൊക്കെയുള്ള ഈ വസുദേവസൂനു, വസുദേവന്റെ പുത്രനായ ഇങ്ങനെയൊക്കെയുള്ള ഈ ഗോപബാലനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയണത്. വസുദേവന്റെ പുത്രനായിട്ട് ഭഗവാൻ നന്ദഗൃഹത്തിൽ വന്നു. ഇങ്ങനെ ചോറൂണ് കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഉണ്ണിയെയാണ് ഇവിടെ വില്വമംഗലം സങ്കല്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ചോറൂണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചോറൂണിനാണല്ലോ നമ്മൾ ആഭരണങ്ങളെല്ലാം അണിയിക്കുന്നത്. ചോറൂണിന് മുമ്പ് ആഭരണങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ണിയാണ് താനും. അപ്പോ ഈ ആഭരണങ്ങൾ മാത്രമേ ഉള്ളൂ, വസ്ത്രങ്ങളൊന്നും ഇല്ല എന്നാണ്. ഒരു കൗപീനം പോലും ഉടുപ്പിച്ചിട്ടുമില്ല എന്നാണ് പറയണത്. ദിഗംബരനാണ്. സ്വർണ്ണാഭരണങ്ങൾ നിറയെ അണിയിച്ചിട്ടുമുണ്ട്. അപ്പൊ ചോറൂണ് കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഉണ്ണിയെയാണ് ഇവിടെ സങ്കല്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ശ്ലോകത്തില് അമ്പാടിയില് ഓടി നടന്ന് കളിക്കണ ഒരു ഉണ്ണിയെയാണ് കാണിച്ചു തരണത്. അത് നോക്കാം. ഹസ്താഘ്രിനിക്വണിതകങ്കണകിങ്കിണീകം മധ്യേ നിതംബമവലംബിതഹേമസൂത്രം മുക്താകലാപമുകുളീകൃത കാകപക്ഷം വന്ദാമഹേ വ്രജചരം വസുദേവഭാഗ്യം. കൊഞ്ചുന്ന കൈവള ചിലങ്ക സുവർണശോഭ ചിന്നുന്നൊരാ കനകനൂലരയിൽ വിശേഷം ചേലൊത്ത മുത്തുമണിമാല മുടിക്കു ഭൂഷ ചാർത്തുന്ന ഗോപശുഭശോഭിതനെ തൊഴുന്നേൻ. കൈകളിൽ അങ്ങനെ
ചിലുചിലുന്ന് ഇളകുന്ന വളകള്, തരിവളകള്, കാലുകളില് നൂപുരം, തള, ചിലങ്ക, പിന്നെ അരയില് പൊന്നിന്റെ നൂലിങ്ങനെ തൂങ്ങി ആടുന്നുണ്ടത്രേ. പിന്നെ മുത്തു കൊണ്ടുള്ള ഒരു മാല കൊണ്ട് മുടി ഇങ്ങനെ മുകളിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ടത്രേ. ഭഗവാന്റെ അലങ്കാരങ്ങളാണ് പറയണത്. ഇങ്ങനെ അമ്പാടിയിൽ ഇങ്ങനെ ഓടി നടക്കണ ഒരു വസുദേവരുടെ ഭാഗ്യം, വസുദേവന് ഭാഗ്യം കൊണ്ട് ലഭിച്ച ഒരു പുത്രൻ. ആ ഉണ്ണിയെ ഞാനിതാ വന്ദിക്കുന്നു. ഇങ്ങനെയൊക്കെ അലങ്കാരത്തോടുകൂടി അമ്പാടിയിൽ മുഴുവനും ഓടിക്കളിച്ച് നടക്കുന്ന ഈ ഒരു ഉണ്ണിയെ, വസുദേവന്റെ ഭാഗ്യമായ ഈ ഉണ്ണിയെ ഞാനിതാ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത്. ഈ ശ്ലോകങ്ങളെല്ലാം വസന്തതിലക നൃത്തത്തിലാണ്. അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. വൃന്ദാവനേ ദ്രുമതലേഷു ഗവാം ഗണേഷു വേദാവസാന സമയേഷു ച ദൃശ്യതേ യത് തദ്വേണുവാദനപരം ശിഖിപിഞ്ചൂടം ബ്രഹ്മം സ്മരാമി കമലേക്ഷണമഭ്രനീലം. ഗോപാലനായി യമുനാതടവൃക്ഷമൂലേ വേദാവസാന സമയേ മുരളീനിനാദം ചേലൊത്തുയർത്തി ശിഖിപിഞ്ചമണിഞ്ഞു കാണും ബ്രഹ്മത്തെ അബ്ജദളലോചനനെ സ്മരിപ്പൂ. വൃന്ദാവനത്തിലെ മരങ്ങളുടെ ഓരോ മരങ്ങളുടെ ചുവട്ടിലും പിന്നെ പശുക്കളുടെയൊക്കെ ഇടയിൽ കൂടിയും അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളിലും നമ്മൾ ഏത് ഒന്നിനെയാണോ കാണുന്നത്, വേണുവായനയില് മുഴുകി മയിൽപ്പീലി ചൂടിയതും താമരക്കണ്ണുള്ളവനും പിന്നെ മേഘം പോലെ കറുത്തതും ആയ ആ ശ്രീകൃഷ്ണ പരബ്രഹ്മത്തെ ഞാൻ സ്മരിക്കുന്നു, ഞാനിതാ സ്മരിക്കുന്നു എന്നാണ് പറയുന്നത്. വില്ലുമംഗലം വിശേഷണങ്ങൾ കൊണ്ട് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് ആ ഒരു പരബ്രഹ്മത്തെ. ഒരുപാട് വിശേഷണങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ കൊടുത്തേക്കുന്നത്. വൃന്ദാവനത്തിലെ ഓരോ മരച്ചുവടുകളിലും പോയി നിന്നിട്ട് ഇങ്ങനെ കാല് പിണച്ച് വെച്ച് വേണു വായിക്കും. അതുപോലെ പശുക്കളുടെ പിന്നിൽ കൂടി നടക്കും. വേദ പാഠത്തിന്റെ അവസാന സമയത്തിൽ കാണപ്പെടുന്നതും പിന്നെ ഓടക്കുഴല് വായിച്ചു കൊണ്ടിരിക്കുന്നതും തലയിൽ മയിൽപ്പീലി അണിഞ്ഞിട്ടുള്ളവനും താമരക്കണ്ണനും കർമേഘവർണ്ണനും ആയ ആ പരബ്രഹ്മത്തെ ഞാനിതാ മനസ്സിൽ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഒരു ശ്ലോകം കൂടി നോക്കാം അല്ലെ. വ്യത്യസ്തപാദമവതംസിതബർഹിബർഹം സാജീകൃതാനനവി നിവേശിത വേണുരന്ധ്രം തേജപരം പരമകാരുണികം പുരസ്താത് പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം. അല്പം തിരിഞ്ഞു പദമൊന്നു പിണച്ചു വെച്ചു ചേലൊത്ത പീലി തല തന്നിലണിഞ്ഞു ഭംഗ്യ വേണോനിനാദസഹിതം ദയയാർന്ന തേജോരൂപം മനസ്സിൽ വരണം മരണം വരുമ്പോൾ. മരണസമയത്ത് എങ്ങനെയുള്ള രൂപമാണ് മനസ്സിൽ തോന്നേണ്ടത്? എല്ലാവർക്കും ഉണ്ട് ആ ഒരു സമയം അല്ലെ. അപ്പോ നമ്മുടെ മനസ്സിൽ എങ്ങനെയുള്ള രൂപമാണ് തോന്നേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തില് വില്ലുമംഗലത്തിന്റെ മോഹം പറയാണ്. വൃന്ദാവനത്തിലെ മരച്ചുവട്ടില് കാൽ പിണച്ച് നിൽക്കുന്നവനും മയിൽപ്പീലികൾ ശിരസില് അലങ്കാരമായി ധരിച്ചവനും കഴുത്ത് അല്പമൊന്ന് തിരിച്ച് പിടിച്ചു നിന്ന് ആ മുഖം കൊണ്ട്
ആ അധരം കൊണ്ട് വേണുവിനെ, ആ അധരത്തില് വേണുവിനെ ചേർത്ത് മധുരമധുരമായ മൃദുവായ ശബ്ദത്തില് അതിന്റെ ശബ്ദം ആ മുരളീനാദം പൊഴിച്ചുകൊണ്ടിരിക്കുന്നവനും പരമകാരുണികനും തേജോമയനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ മരണസമയത്തും കൂടി ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നണ പോലെ തന്നെ എനിക്ക് മരിക്കാൻ പോണ ആ സമയത്തും ഇതുപോലെ എന്റെ മനസ്സിൽ തോന്നുമാറാവണേ എന്നാണ് വില്വമംഗലം പ്രാർത്ഥിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു സമയം, അവസാനം. ആ സമയത്ത് നമുക്ക് ഭഗവാനെ മനസ്സിൽ തോന്നിക്കൊള്ളണമെന്നില്ല. മരണവെപ്രാളത്തിൽ നമുക്ക് ഭഗവാനെ മനസ്സിൽ തോന്നണം എന്നാണെങ്കിൽ ഇന്നേ നമ്മൾ എപ്പോഴും ആ രൂപം മനസ്സിൽ ധ്യാനിക്കണം. അല്ലാതെ ആ സമയത്ത് നമ്മൾക്ക് ആ രൂപം മനസ്സിൽ വരില്ല. അതുകൊണ്ടാണ് ആദ്യം കുട്ടികളാവുമ്പോ തന്നെ കുട്ടികളെ കൊണ്ട് നാമം ജപിച്ച് ശീലിപ്പിക്കണം എന്ന് പറയണത്. അതും മരിക്കാൻ ഇനിയും കുറെ കാലം പിടിക്കുമല്ലോ. അതുകൊണ്ട് അന്ന് നോക്കാം എന്ന് വിചാരിച്ചാല് അന്ന് നടക്കില്ല ഈ കാര്യം. അതുപോലെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ രൂപം മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് മരണസമയത്തും ഒരു പക്ഷേ ആ രൂപം മരണവെപ്രാളത്തിന്റെ ഇടയിലും നമുക്ക് ഭഗവാനെ എന്ന് വിളിച്ച് ആ മനസ്സില് ആ ഭഗവാന്റെ രൂപം തെളിഞ്ഞു കാണാൻ ഒരു പക്ഷേ സാധിച്ചെന്നിരിക്കും. അന്ന് നോക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണ് ആചാര്യന്മാരൊക്കെ പറയണത്. നാമം ജപിച്ച് 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 ആ നാണം പോയ നാവിലെ മരണസമയത്തും നാമം വരുള്ളൂ. അതിന് ആ നാവിനൊരു ശീലം വേണം. നാമം ജപിച്ചിട്ട് ആ നാവിനൊരു ശീലം വേണം. എന്നാലേ ആ മരണവെപ്രാളത്തിന്റെ ഇടയിലും ഭഗവാനെ കൃഷ്ണ നാരായണ എന്നുള്ള ആ നാമം മനസ്സിൽ വരുള്ളൂ. അതുകൊണ്ടാണ് ഇന്നേ നമ്മൾ ജപിച്ച് ശീലിക്കണം എന്ന് പറയണത്. നമുക്കും പ്രാർത്ഥിക്കാം ആ അവസാന സമയത്ത് ഭഗവാന്റെ നാമങ്ങള് നാവില് വരാനും ഭഗവാന്റെ ഈ മനോമോഹനമായ രൂപം മനസ്സിൽ തെളിയാനും ഒക്കെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശ്ലോകം ഇന്നത്തെ ഇത് നിർത്തുകയാണ്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.